ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചല്ലേ? നാഷണൽ അവാർഡിന്റെ അനൗൺസ്മെന്റ് വരുമ്പോൾ എല്ലാ തവണയും ഓരോ വിവാദങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ഇത്തവണത്തെ നാഷണൽ അവാർഡ് വിന്നേഴ്സ് എല്ലാം ഡിസേർവ്ഡ് ആണോ എന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് നോക്കാം. ബെസ്റ്റ് ആക്ടർ ഷാറുഖ് ഖാൻ ജവാൻ, വിക്രാന്ത് മാസി ട്വൽത്ത് ഫെയിൽ. അപ്പോൾ ഇത് ഡിസേർവ്ഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രാന്തിന് ട്വൽത്ത് ഫെയിൽ ഓക്കെയാണ്. പുള്ളി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. അപ്പോൾ അതൊരു ഡിസേർവ്ഡ് അവാർഡായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷാറൂഖ് ഖാൻ ജവാൻ നോക്കിക്കഴിഞ്ഞാൽ ജവാനിലെ പെർഫോമൻസിന് ഒരു അവാർഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഷാറൂഖ് ഖാൻ എന്നൊരു അഭിനേതാവ് 33 വർഷമായിട്ട് ബോളിവുഡിൽ അതിൽ ഇന്ത്യൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവാർഡിന് ഡിസേർവ്ഡ് ആയ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ 2014 സ്വദേശി, വീർസാറ അതുപോലത്തെ ഗംഭീര പെർഫോമൻസ് ഉള്ള സിനിമകൾ ലിസ്റ്റിൽ ഉണ്ടായിട്ടു. ഹംതും എന്ന സിനിമയിൽ സെയ്ഫ് അലി ഖാനാണ് അവാർഡ് കൊടുത്തത്. അപ്പൊ അതൊക്കെ വൻ ഒരു പുള്ളീനെ തഴയുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇത്രയും നാളത്തുള്ള പുള്ളിയുടെ ആ പെർഫോമൻസിന് പുള്ളി ഡിസർവ് ചെയ്യുന്ന ഒരു അവാർഡ് ഇപ്പോൾ കിട്ടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇതിൽ കൂടുതൽ ഡിസർവ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് ഡിസർവ്ഡ് ആണ്. പക്ഷെ ജവാൻ എന്ന സിനിമക്ക് ഡിസർവ്ഡ് അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അടുത്തത് ബെസ്റ്റ് ഡയറക്ടർ സുദീപ്റ്റോ സെൻ ആണ്, കേരള സ്റ്റോറി. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ അവാർഡ് കിട്ടിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കമന്റ് ചെയ്യുന്നില്ല. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് ഉർവശി, ഉള്ളൊഴുക്ക്, ജാനകി, വാഷ്. അപ്പോൾ ഉർവശി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഉർവശി എന്താണ് മുതൽ എന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് അറിയാം. അപ്പോൾ അത് ഡിസർവ്ഡ് ആയിട്ട് തന്നെ ഉള്ളതാണ്. പിന്നെ ഈ ജാനകിയുടെ പെർഫോമൻസിന്റെ ഫിലിം ഞാൻ കണ്ടിട്ടില്ല. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ വിജയരാഘവൻ, പൂക്കാലം, മുത്തുപ്പെട്ടൈ സോമു ഭാസ്കർ ഫോർ പാർക്കിംഗ്. അപ്പൊ ഇത് രണ്ടും ഡിസേർവ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പൂക്കാലത്തിലെ പെർഫോമൻസിനേക്കാളും കൂടുതൽ വിജയരാഘവൻ ഇപ്പൊ എല്ലാ ഫിലിമിലും നമ്മൾ അമേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫിലിമുകൾ അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഡിസർവ് ചെയ്യുന്ന ഒരു അവാർഡ് തന്നെയാണ്. പിന്നെ മറ്റേ മുത്തുപ്പെട്ടൈ സോമു ഭാസ്കർ പാർക്കിങ്ങിലും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. പുള്ളി നല്ലൊരു ആക്ടറാണ് പുള്ളി. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ അവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം പ്രൊവൈഡിങ് ഹോൾസം എന്റർടൈൻമെന്റ് റോക്കി ഓർ റാണി കി പ്രേം കഹാനി. കരൺ ജോഹറാണ് സംവിധാനം ചെയ്തത്. ഒരു തട്ടുപൊളിപ്പൻ ബോളിവുഡ് മൂവി. അപ്പൊ ഹോൾസം എന്റർടൈൻമെന്റ് അവാർഡ് വേണമെങ്കിൽ ജവാനോ പത്താനോ ഒക്കെ കൊടുക്കായിരുന്നു. അപ്പൊ അത് ഇതിനാണ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് ഫിലിം പ്രൊമോട്ടിംഗ് നാഷണൽ ആൻഡ് സോഷ്യൽ വാല്യൂ സാം ബഹദൂർ. സാം ബഹദൂറിലെ ആക്ടിങ്ങിന് വിക്കി കൗശലിന് ഒരു അവാർഡ് ഡിസർവിംഗ് ആയിരുന്നു. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി പ്രശാന്തനു മൊഹാപട്ര ഫോർ ദ കേരള സ്റ്റോറി. ഈ ഫിലിം ഓക്കെ, സ്കിപ്പ്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ സായി രാജേഷ് നീലം ഫോർ ബേബി ആൻഡ് രാംകുമാർ ബാലകൃഷ്ണ ഫോർ പാർക്കിംഗ്. ഓക്കെ, പാർക്കിംഗ് ഓക്കെ. ബേബി ഫിലിം ഞാൻ കണ്ടിട്ടില്ല. ബെസ്റ്റ് ഡയലോഗ് റൈറ്റർ ദീപക് കിങ്റാണി ഫോർ സിർഫ് എക് ബന്ദ കാഫി ഹെ. അതും ഞാൻ കണ്ടിട്ടില്ല. ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ഫോർ 2018 2018 മൂവിയിലെ പ്രൊഡക്ഷൻ ഡിസൈൻ അത് നമുക്കറിയാമത്, നമ്മൾ കണ്ട ഫിലിമാണ്. ബെസ്റ്റ് ആക്ഷൻ കൊറിയോഗ്രാഫി ഹനുമാൻ തെലുങ്കു. ഫിലിം ഞാൻ കണ്ടിട്ടില്ല. ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ശ്രീകാന്തി ദേശായി ഫോർ സാം ബഹദൂർ. ഓക്കെ, സാം ബഹദൂറിൽ വിക്കി കൗശൽ ആ ഒരു ലുക്ക് നല്ല രസമായിരുന്നു. ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ സച്ചിൻ ലോവലേക്കർ ദിവ്യ ആൻഡ് നിന്ദി ഗംഭീർ ഫോർ സാം ബഹദൂർ. സാം ബഹദൂറിന് അടുത്ത അവാർഡ് ബെസ്റ്റ് കോസ്റ്റ്യൂം. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ഫോർ സോങ്സ് വാത്തി തമിഴ്. ജി വി പിക്കാണ് കിട്ടിയിരിക്കുന്നത്. ജി വി പ്രകാശ് കുമാർ. പുള്ളി ഒരു നല്ലൊരു അടിപൊളി ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഒരു വെസ്റ്റൈലിറ്റി ഉള്ള ആളാണ്. പുള്ളി എല്ലാ ടൈപ്പ് മ്യൂസിക്കും ചെയ്യും. അപ്പോൾ വാത്തിലെ മ്യൂസിക്കിന് ഡിസേർവ്ഡ് ആണ്. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ഫോർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനിമൽ. അനിമലിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളിയായിരുന്നു. തിയേറ്ററിൽ കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആണ് അനിമലിലെ ബി ജി മ്യൂസിക്. അത് ഡിസേർവിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ബെസ്റ്റ് ലിറിക്സ് ബൽഗാം ദ ഗ്രൂപ്പ്, ഐ ഡോണ്ട് നോ. ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗർ PVMS റോഹിത് ഫോർ പേരി മീറ്റ്സ് തൂന. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ശില്പ റാവ് ഫോർ ചലിയ. ബെസ്റ്റ് കൊറിയോഗ്രാഫി ദിൻധോറ ബാജെ വൈഭവി മർച്ചന്റ്. മർച്ചന്റ് ഓൾമോസ്റ്റ് ബോളിവുഡിലെ എല്ലാ ഫിലിംസിനും കൊറിയോഗ്രാഫി ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഡിസേർവ്ഡ് ആണ്. ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ സച്ചിൻ സുധാകരൻ ആൻഡ് ഹരിഹരൻ മുരളീധരൻ അനിമൽ. യെസ്, അനിമൽ അഗെയിൻ. ബെസ്റ്റ് എഡിറ്റിംഗ് മിഥുൻ മുരളി ഫോർ പൂക്കാലം. ഗുഡ്. ബെസ്റ്റ് ആസാമി ഫിലിം റൊങ്കപ്പട്ടു, കണ്ടിട്ടില്ല. ബെസ്റ്റ് ബംഗാളി ഫിലിം ദീപ് ഫ്രിഡ്ജ്. ബെസ്റ്റ് ഹിന്ദി ഫിലിം ഖാതൽ ഖത്തൽ എ ജാക്ക് ഫ്രൂട്ട് മിസ്റ്ററി. അത് OTT വന്നാണ്, അത് കണ്ടിട്ടില്ല. ബെസ്റ്റ് കന്നഡ ഫിലിം കണ്ടേലു കണ്ടില്ലേലു.
ബെസ്റ്റ് മലയാളം ഫിലിം ഉള്ളൊഴുക്ക് ഗംഭീര ഫിലിമായിരുന്നു, ഡിസേർവ്ഡ് ആണ്. ബെസ്റ്റ് മറാത്തി ഫിലിം ഒഡീസ ഫിലിം അതൊക്കെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ബെസ്റ്റ് തമിഴ് ഫിലിം പാർക്കിംഗ് ഗുഡായിരുന്നു. പിന്നെന്താ ബെസ്റ്റ് തെലുങ്കു ഗുജറാത്തി, ബെസ്റ്റ് ആക്ഷൻ ഡയറക്ടർ ഹനുമാൻ തെലുങ്കു ഓക്കെ, കണ്ടിട്ടില്ല. അപ്പൊ ഇതായിരുന്നു വിന്നേഴ്സിന്റെ ലിസ്റ്റ്. അപ്പൊ എന്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഈ അവാർഡ് കിട്ടിയവരെല്ലാം ഡിസേർവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഒരു പറയാനുള്ളത്, നാഷണൽ അവാർഡിലെ ആക്ടേഴ്സിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, പൃഥ്വിരാജിന്റെ ആടുജീവിതം ഓൾമോസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പൃഥ്വിരാജിനും 12th ഫെയിലിലെ വിക്രാന്തിനും കൂടി കൊടുക്കേണ്ട ഒരു അവാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഷാറുഖ് ഖാൻ ഡിസേർവ്ഡ് ഈ ഫിലിമിന് ഡിസേർവ് ചെയ്യുന്നില്ലെങ്കിലും പുള്ളിയുടെ മൊത്തം കരിയർ വെച്ച് നോക്കുമ്പോൾ ഒരു അവാർഡ് ഡിസേർവ്ഡ് ആയിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ആടുജീവിതത്തിന് അവാർഡ് കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൃഥ്വിരാജ് അവസാനം എമ്പുരാൻ എന്നൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു ഫിലിം ചെയ്തത് കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഗവൺമെന്റിന് ഇഷ്ടമുള്ളവർക്ക് അവാർഡ് കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായം കുറെ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നാഷണൽ അവാർഡ്. അപ്പൊ മിക്കവാറും അതുകൊണ്ടായിരിക്കാം ഇല്ലയോ, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യുക. ഇവർക്ക് ഡിസേർവ്ഡ് ആയിരുന്നോ അതോ കൂടുതൽ ആരായിരുന്നു ഡിസേർവ്ഡ് ഈ അവാർഡിന് വേണ്ടിയിട്ട് എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.